പള്ളി വെച്ച് നിക്കാഹ് നടത്തണം. ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തത്തുള്ളൂ. ഇനി ക്രിസ്തുമത വിശ്വാസികളാകട്ടെ, ഏത് കോടീശ്വരനാണെങ്കിലും അവരുടെ പള്ളി വെച്ചിട്ട് നിക്കാഹ് നടത്താറുള്ളൂ. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ. അവർക്ക് നല്ലതറിയാം, നമുക്ക് നല്ലതറിയത്തില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യന്മാർക്കറിയാം നല്ലതെന്താണെന്ന്, നമുക്ക് തിരിയൂല. നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി, നമ്മളിപ്പോ വലിയ ആളായില്ലേ. അത് തന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാണ്. പള്ളിയിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാ. പഠിച്ചവനെ അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരിച്ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാണ്. ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ, ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരുങ്ങാൻ അറിയാം. നമുക്കൊരു പക്വത എത്തിയത് മുതൽ ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ഒരുങ്ങാം. ഇന്ന് കല്യാണ ചെറുക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്. ഓനൊന്നും അറിയില്ല, ഓനെ ഒരുക്ക കഫൻ തുണി പൊതിയുന്നത് പോലെ. അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തും. അപ്പൊ ഹത്തീബ് വന്നു, എല്ലാരും വന്നു, സാക്ഷികളൊക്കെ വന്നു. ഉസ്താദ് ചോദിക്കും, മോനെ മഹർ എത്രടാന്ന്. ഓനിങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കാം. ഉസ്താദ് ചോദിക്കും, മഹർ എത്രടാ. അപ്പൊ ഇങ്ങനെ വായും തുറന്നിരുന്നിട്ട്, വാപ്പാ മഹർ എത്ര. ചിലപ്പോ വാപ്പ പറയും ഇത്രയെന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. ഇതാ അവസ്ഥ. സ്വന്തം മഹർ എന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ. അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച് പറയും, മുഖം നോക്കാൻ. ഭർത്താവ് ഭാര്യയുടെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, സവ്വജ്തുക. ഓനിരുന്ന് തപ്പുക. കല്യാണ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓൻ തപ്പുക, ചപ്പപ്പന്ന് പറഞ്ഞിട്ട് പറയാൻ അറിയത്തില്ല, പൊട്ടൻ. അതുപോലും അറിയത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് പടച്ചോനെ, അല്ലാഹുമ്മ അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരി. ഇവന് വേണ്ടി ദുആ ചെയ്യാ. പടച്ചോനെ, ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷം. ഈ പൊട്ടനൊന്ന് ആമീൻ പിടിക്കാൻ പോലും സമയമില്ല, മടിയിലെടുത്ത് കടത്തിയിട്ട് വായി നോക്കിയിരിക്കുക. എന്ന് ചിന്തിച്ച് നോക്കിയേ, അവന്റെ വാപ്പ പോലും അവന് ദുആ ചെയ്യാറില്ല. കല്യാണത്തിന് വിളിച്ചവർ മുഴുവനും കാനടിച്ചിട്ട് പോകും, ചിരിക്കും. ഓൾ ദ ബെസ്റ്റ് കഴിഞ്ഞു. ആരാ ദുആ ചെയ്യുന്നത്? ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് പള്ളിയിലെ ഖത്തീബ. ആ സമയത്ത് പോലും ആമീൻ പറയാൻ വയ്യ. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഓടുക ഓഡിറ്റോറിയത്തിൽ. എന്തെല്ലാം പേക്കൂത്തുകൾ. ചില ഹാജിയാക്കന്മാരുടെ മോളുടെയൊക്കെ വിവാഹം കണ്ട ചോദിക്കും, മോന്റെ വിവാഹം പള്ളിയിലെ വലിയ കൊണാണ്ട്ര. ചോദിക്കും, മോന്റെ നിക്ക. അയ്യോ ഉസ്താദെ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല ഉസ്താദെ. കാണവില്ലേ വാപ്പ നിനക്ക് പറയാം. ഞാൻ പറഞ്ഞാ കേൾക്കൂല. സ്വന്തം മോനെ കുറിച്ച് പറയാ. ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ എന്നവന് ഇത്തിരി നല്ല പോലെ ആയിക്കോട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. മൈലാഞ്ചി മുതൽ തുടങ്ങും, പാതിരാത്രി 12 മണി വരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങും. വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം, ഒരാണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം വിവാഹം. ആ സമയത്ത് അന്നത്തെ ദിവസം സുബഹിയില്ല, 7 മണി വരെ കിടന്ന് നല്ല ഉറക്കം. ശൈത്താൻ മൂക്കിനകത്തും വായിക്കാത്തും ചെവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോണേ. എന്നിട്ടോ പടച്ചവനെ, എന്തെല്ലാം ആട്, എന്തെല്ലാം നിക്കാഹ്. പടച്ചവനെ, വല്ലാത്തൊരവസ്ഥയാ. ഗാനമേള നടത്തുന്നവരുണ്ട്. എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു. അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന, അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ, വിവാഹ പെണ്ണും ചെറുക്കനും വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഘോഷയാത്രയല്ലേ, JCB-യിൽ കൊണ്ടുവരുന്നവരുണ്ട്. പെട്ടിലോ അതാ ചെറിയ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്. സൈക്കിളിനകത്ത് കൊണ്ടുവരുന്നവരുണ്ട്. ചെണ്ടമേളം നടത്തിയിട്ട് പുതുമണവാളനെയും മണവാട്ടിയെയും കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാഹുവേ, പിന്നെ എല്ലാം കഴിഞ്ഞു. പാതിരാത്രി എത്തിക്കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാര് മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇല്ലടാ,
ഇല്ലടാ, നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കള് പിറക്കൂലടാ. എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ്, പൊന്നുമോളെ, നിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കൂല. നിനക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നിനക്ക് അല്ലാഹു തരൂല. കാരണം നിന്റെ വിഭാഗത്തിന് വന്നവര് മുഴുവനും തലയിൽ കൈവച്ചിട്ട് നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ദീനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം. സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവന് പണമുണ്ടോ എന്നല്ല ആദ്യമായി നോക്കേണ്ടത്, അവൻ അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നൊന്ത് പ്രസവിച്ച പൊന്നുമോള്, 18 കൊല്ലം പൊന്നുപോലെ വളർത്തിയ നിന്റെ പൊന്നാര മകള് പടച്ചവനെ ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ, അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത്. വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? മണവാളനും മണവാട്ടിയും എങ്ങനെയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത് ആർക്കെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ജോലി എന്തെന്നറിയുമോ? പടച്ചവനെ പുല്ല് വെട്ടിക്കെട്ട് ഒട്ടകമുള്ള മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാര് തങ്ങളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അലിയേ, ഫാത്തിമാനെ നിനക്കിഷ്ടമാണോ അലിയേ? എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കുമോ അലിയേ? അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു. പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, വിവാഹം കഴിക്കുന്ന പെണ്ണെങ്ങനെ ആകണമെന്നറിയുമോ? അലിയാര് തങ്ങൾ അതിന്റെ മണവാട്ടിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീവി മണിയറയിൽ കയറി അലിയാര് തങ്ങൾ കടത്തിച്ചു വെച്ചിരിക്കുന്ന, അലിയാര് തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാണ്. കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണച്ചു. അല്ലാഹുവേ, വീടിന്റെ കവാടമടഞ്ഞു. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, മണിയറയ്ക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്. ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നിന്റെ ഉപ്പയുടെ മുന്നിൽ മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ, നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാണോ? ഫാത്തിമ ബീബി തന്റെ കൈയെടുത്തിട്ട് അലിയാര് തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഫാലിയേ? അലിയാര് തങ്ങളെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ, ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയാ. ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? ഇനി നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. 6 അടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. ആ ഖബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ലേ. അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്, അവിടമല്ലേ മണിയറയാക്കേണ്ടത്, ആ മണ്ണറയല്ലേ മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മിൻ മനാസിലിൽ ആഖിറ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ അദാബിനെ കുറിച്ച്, അതാ കരകണ്ട ഖബറിനെ കുറിച്ച് പാതിരാത്രി മണിയറയുടെ രാത്രിയില്, അതിരാത്രിയില് ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണങ്ങ് നിറയുകയാ. അലിയാര് തങ്ങൾ മണിയറയ്ക്കകത്ത് നിന്ന് കരയുകയാണ്. ആ സമയത്ത് അലിയാര് തങ്ങളുടെ കയ്യിൽ
നെഞ്ചിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു, അലിയേ നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട്, നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ട്. അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാം അലിയേ. ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അതിനകത്ത് സ്വർഗത്തിന്റെ കവാടം കാണണ്ട്, അതിനകത്ത് സ്വർഗത്തിന്റെ പരിമളമടിക്കണ്ട്, അതിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ട്. കണ്ണെത്താ ദൂരത്തിലേക്ക് ഖബർ വിശാലമാകണ്ട അലിയേ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അള്ളാന് മാറ്റിവെക്കാ എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങള്. എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? ഏറ്റവും വലിയ വ്യഭിചാരം വാപ്പയും ഉമ്മയും കൂടെ പറപ്പും കെട്ടിയ ഭർത്താവ് പടച്ചവനെ വ്യഭിചരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന സമയമുണ്ട്. ഏത് സമയമെന്നറിയുമോ? പടച്ചവനെ 18 കൊല്ലം 19 വർഷം അള്ളാഹുവിനെ പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊന്നുമോള് ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല. ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. പക്ഷേ വിവാഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്ന് കൊടുക്കല്ലേ മോളെ, നിന്ന് കൊടുക്കല്ലേ മോളെ. നീ ഈമാനുള്ളവളാ, നീ ഈമാനുള്ളവളാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവളാ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അലിയേ പോവുകയാലിയേ, പോവുകയാലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുവോ അലിയേ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളോടൊരു വസിയത്ത് പറയുകയാ. എന്തേ വസിയത്ത് എന്നറിയുമോ? എന്തേ വസിയത്ത് എന്നറിയുമോ? ഞാൻ മരിച്ചു പോയാ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, രാത്രിയിലെ കബറടക്കാവോ? അലിയാര് തങ്ങള് ചോദിച്ച കാരണമെന്ത്? അലിയാര് തങ്ങള് ചോദിച്ച കാരണമെന്ത്? അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ, പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ. ഉമ്മ മക്കളെ വളർത്തേണ്ടത് അങ്ങനാ, ചെറുപ്പക്കാരാ ഭാര്യ വളർത്തേണ്ടത് അങ്ങനാടാ. അല്ലാതെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാറ്, പച്ച വ്യഭിചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര് നിനക്ക് നല്ല മക്കള് പിറക്കൂല, നിന്റെ കുടുംബത്തിൽ നല്ല മക്കള് ജനിക്കൂല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിവാഹത്തിന്റെ രാത്രിയിലെ ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഭാര്യ, പടച്ചുറപ്പേ ഏത് വാപ്പയുടെ മകളാ, ഏത് വാപ്പയുടെ മകളാ? അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹാ 18 വയസ്സുള്ള ആയിഷാ ബീവിയുടെ നെഞ്ചത്ത് ചാരിക്കിടന്നിട്ട് റസൂലുള്ളാഹി പോവുകയാ. വാപ്പ ഭാര്യയുടെ മടിയിൽ കിടന്നു പോയി. അല്ലാഹുവേ, പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്നു പോവുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി പറയുന്നു, 2 നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായോ? ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ചു നേരം കൂടെ, ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം. ഒത്തിരി വെള്ളമെങ്കിലും താപ്പ.
പോകുന്നിടം വരെ പോകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ തണുക്കായി ഇത്തിരി നേരം വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം. കല്യാണം കഴിഞ്ഞു, പെണ്ണുമാണ് മണിയറയിൽ കയറി. ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറി. മണിയറയിൽ കയറി കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി. പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അത് കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, എത്ര മക്കൾ വേണം? 3 എണ്ണം. 1 എഞ്ചിനീയർ, 1 കളക്ടർ, 1 MLA. ഇവിടെ ഒന്നും തുടങ്ങിയില്ല, അതിനു മുമ്പേ മക്കളെ തുടങ്ങി. പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3 അള്ളാന്റെ ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്കുക, വടച്ചവനെ ഇത് വല്ലോ എന്താ, ഇത് വല്ലതും നടന്നിട്ടുണ്ടോ? ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ, ഇനിയിപ്പൊ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം. ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും. നിനക്കേ പറ്റിയില്ല, നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കുക. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ പറയാം. അള്ളാന്റെ ഖുർആൻ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരെ, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണേ അല്ലാ. മക്കളെ കിട്ടാ ദുആ ചെയ്യണേ, സാലിഹായ മക്കളെ കിട്ടാ ദുആ ചെയ്തിട്ട് മക്കളെ നേടണം. ചെറുപ്പക്കാരാ, ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്, റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്. ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു മകനെ ചോദിച്ചു വാങ്ങി. ഒരു വാപ്പ ഒരു മോനെ കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഏത് വാപ്പയും അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യഹിയാ നബി അലൈഹിസ്സലാം, യഹിയാ എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇതുപോലെ അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ഒരു മകനില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബേ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി പടച്ചവനെ മക്കളില്ല. അതാ ഒരുപാട് പ്രായമായി. ചരിത്രം പറയുന്നു 120 വയസ്സ്, ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയാ നബി അലൈഹിസ്സലാം അതാ നോക്കുമ്പോ മറിയമെന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ കടിച്ചു കൊണ്ടിരിക്കുകയാ. ആ പഴങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല, ആ സമയത്ത് കിട്ടുന്ന പഴങ്ങളല്ല. പക്ഷേ 9 വയസ്സുകാരിയുടെ മുന്നിൽ പഴങ്ങൾ ഇരിക്കുകയാണ്. സക്കരിയാ നബി ചോദിച്ചു, ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ? ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. മോളെ മറിയമേ, എവിടെ നിന്നാണ് ഈ പഴങ്ങൾ? എവിടെ നിന്നാണ്? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ, പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പഴങ്ങൾ കിട്ടി? മറിയം ബീവി പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയാ നബി 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, സാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, കണ്ണിന് കുളിർമയാകുന്ന, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാ. 120ാമത്തെ വയസ്സിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തു പെങ്ങളെ, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മോന് പേരിട്ടത് അല്ല തന്നെയാ. അല്ലാഹുവാ പേരിട്ടത്. ലോകത്ത് മറ്റൊരാൾക്കും ആ പേരില്ലായിരുന്നു. അല്ല തന്നെ പേരിട്ട് യഹിയാ. യഹിയാ എന്ന് പേരിട്ടത് പടച്ചറപ്പാ. എന്റെ പ്രിയമുള്ളവരെ, യഹിയാ നബി അലൈഹിസ്സലാം 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നുമകനെ കാണുന്നില്ല, തന്റെ പൊന്നുമോനെ കാണുന്നില്ല. വയസ്സാങ്കാലത്ത് റബ്ബിനോട് ഭാര്യയും ഭർത്താവും കരഞ്ഞു ദുആ ചെയ്തിട്ട് നിനക്ക് കിട്ടിയതാണ്. തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ സക്കരിയാ നബി
നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, നാഥാ കൈവിടല്ലേ പടച്ചവര്, കൈവിടല്ലേ പടച്ചവര്, വയസ്സാങ്കാലത്ത് നീ നൽകിയ സമ്മാനമാണ് റബ്ബേ, എന്റെ പൊന്നുമോനെ തിരിച്ചു തരണേ പടച്ചവര്. സക്കരിയാ നബി ദുആ ചെയ്തിട്ട് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ശ്മശാനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയോ, പാതിരാത്രി കബറിനകത്ത് നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയാ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് അല്ലാഹുവേ ഒരു പൊന്നുമോന് കരയുകയാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കരയുന്നത് ആരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹ്യാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിച്ചു, മോനെ യഹ്യാ, എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. 11 വയസ്സുള്ള കുഞ്ഞ് അല്ലാഹുവേ പാതിരാത്രി വന്ന് കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് 6 അടി മണ്ണിനകത്താണെന്നോർത്ത് കരഞ്ഞു കൊടുത്തു, കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ദുആ ചെയ്തിട്ട് കെട്ടുന്ന മക്കളെങ്ങനാ. അതുകൊണ്ട് ദുആ ചെയ്യണേ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന്, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യടൂ. ഒരു മോളെ പറഞ്ഞു തരട്ടെ, ദുആ ചെയ്തിട്ട് കിട്ടിയ രണ്ടാമത്തെ ഒരു മകളെ പറഞ്ഞു തരട്ടെ. ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ, ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ പ്രായമായി പടച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പർവ്വതന്റെ വായില് ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പച്ചി ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്തു ബീബി ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, നല്ല മക്കളെ കിട്ടാ, നല്ല സന്താനത്തിനെ കിട്ടാ എപ്പോഴും നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ, അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പറമനുഷ്യന്മാരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞു, മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ദുആ ചെയ്തു. പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് ഈ സ്ഥാനം കൊണ്ട് പറയാൻ പറ്റും, അവളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവർ, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു. അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോൾ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട്. അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ? കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള, കടിയുണ്ടോ? ചായയും കടിയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, തിന്ന്. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല. നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അല്ലാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത്. അല്ലാഹു തിന്നാ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഭക്ഷണമാ? ഏത് ഭക്ഷണമാ അറിയില്ല? നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അല്ലാഹു ആദ്യം തരുന്നത്. എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം. അല്ലാഹു യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 അദബ് പാലിക്കണം. അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു നിയമമുണ്ട്. ഒന്നാമത്തെ നിയമം, നീ ബിസ്മി പറഞ്ഞിട്ടേ ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതൊരു വല്ലാത്ത പ്രാധാന്യമാണ്. ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല, പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാതെ കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്നതിനും. അങ്ങനെ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന പ്ലേറ്റ് വാരി തിന്നും. ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 2 ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂലുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ദുആ തന്നെയുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 3 ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇതിപ്പോ ഉസ്താദേ, ഞാൻ കെട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഔറത്ത് എനിക്ക് കണ്ടുകൂടെ? അതാ ചിന്തിക്കണത്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ഔറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കുക. കണ്ണുക വല്ലാത്തതാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭാര്യയും അവിടെ 3-ാമത്തെ കാര്യം, 4-ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്. ഒരു മനുഷ്യന്റെ നീയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന. ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറയും ഇപ്പോഴെങ്ങും മക്കള് വേണ്ട എന്ന മനസ്സോടാ ബന്ധപ്പെടുന്നത്. പെണ്ണ് പറയണത് എനിക്ക് ഇപ്പോഴെങ്ങും വേണ്ട, ഇനിയിപ്പോ എങ്ങനെ ലോട്ടറി അടിക്കണ പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് കിട്ടി. ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ല, ഇനി കൊല്ലണ്ട. ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ? ഭാര്യ ബന്ധപ്പെടുമ്പോഴേ എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടാന്ന് പറഞ്ഞിട്ടാ ബന്ധപ്പെടുന്നത്. ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാൽ ഭർത്താവ് പറയും ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ, സഹിക്ക്. ഗർഭം വയറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ലാ മനസ്സോടെ കൊണ്ടടക്കണേ. പിന്നെ എങ്ങനെ നന്നാവും മക്കളെ, എന്റെ മക്കൾ? അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹമെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ കാണുമ്പോൾ 1 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു, പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇങ്ങോട്ട് നോക്ക്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വിശേഷമായില്ലേ? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ചോദിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു. ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബേ കടയിലേക്ക് വെളിയിലേക്ക് പോയതാണ്. മാറ്റുപുഴയിലോ ചെറുവട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ. ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, ഇക്കാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്. ഭർത്താവ് ചോദിച്ചു, എന്തേ പെണ്ണ്? ഒന്നും പറയുന്നില്ല, നിങ്ങളെ എനിക്ക് കാണണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അല്ലാഹുവേ, ബൈക്കെടുത്തിട്ട് ഓടുകയാണ്. ബൈക്കെടുത്തിട്ട് പെട്ടെന്ന് ചെറുവട്ടൂരിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്തിനാ വിളിച്ചത്? എന്തിനാ പെണ്ണെ വിളിച്ചത്? അവള് ചിരിക്കുന്നുണ്ട്, നാണം കുടുങ്ങി നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അവസാനം പുതുമണവാട്ടി പറയും ഉമ്മയോട് ചോദിക്കാറ്. ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട്, ഉമ്മാ എന്റെ ഉമ്മ ഫോൺ വിളിച്ചത്? ആ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ അവൾക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേര് കേട്ടവരാ. ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ. അള്ളാന്റെ റസൂല് പറയുന്നു, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഞാൻ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും, മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം, ചെലവുണ്ട്, ലോട്ടറി അടിച്ചു. അവസ്ഥ. മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി, ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം, സന്തോഷം. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹദിയായ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു നല്ല ഒരു സന്താനത്തിനെ കിട്ടാ. അവസാനം ഗർഭിണിയായി. അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു റബ്ബേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ. അല്ലാഹു പറഞ്ഞു, മറിയമിനെ കണ്ടുപഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ്വ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, 2 പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം. സീരിയൽ നടിമാരെയല്ല, സിനിമാ നായികമാരെയല്ല, നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് 2 പെണ്ണുങ്ങളെയാ. 2 പാവപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം. 2 പെണ്ണുങ്ങളെ പോലെ നീ ആകാൻ പാടില്ല. ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി മരിക്കുന്ന സമയത്ത് ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലോ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ, നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്ന ആസിയ. 2 മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബിയുടെ പറ്റുമ്മ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ദുആ ചെയ്തിട്ട് വാങ്ങിയ മോളാ മോള്. അല്ലാഹുവേ, ഉമ്മ ദുആ ചെയ്തിട്ട് നേടിയെടുത്ത പൊന്നുമോള. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടത് എന്തെന്നറിയുമോ? വലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ അതൈതനാ സ്വാലിഹാ വനകൂന മിനസ്സാകിരീൻ. ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട്, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണ് നീ നിന്റെ വയറ്റിൽ കൈവച്ചിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, ഇതിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ ഹാഫിളാക്കണേ അല്ലാ, ഇതിനെ ആലിമാക്കണേ അല്ലാ, ഇതിനെ ആബിദാക്കണേ അല്ലാ. എന്നിട്ട് പറയണം, വനകൂന മിനസ്സാകിരീൻ, ഇതിനെ സ്വാലിഹാക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ യദൂലഹു ഔലാദൻ സാലിഹാ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് കാര്യമായി 4ാമത്തെ കാര്യം, എന്തായാലും ഗർഭിണിയായില്ലേ, ഒരല്പം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, 4ാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞു നിർത്താം. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ, പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലയിലും വെക്കൂല, അങ്ങനത്തെ അവസ്ഥയാ. ഭാര്യയോട് പറയും, ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി, ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോൾ മുതലെന്നറിയുമോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ. എന്റെ പ്രിയമുള്ള സഹോദര ബക്കറ്റ് എടുക്കാൻ പറയും. ഇതിനും കൂടെ 5 മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് വെക്കും. ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പള്ളിക്ക് അള്ളാഹിന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്.
ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും. ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ 1 വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈൽ. നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അറിയുന്നത് വയറ്റിൽ കിടക്കണ കുഞ്ഞൊന്നും കാണുന്നില്ല എന്നാരാ പറഞ്ഞ? കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നാരാ പറഞ്ഞ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഞാനൊരു സംശയം ചോദിക്കാം. ഈ കുഞ്ഞുങ്ങളെ, കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും, ഇങ്ങനെ ആട്ടാറുണ്ട്. ആട്ടാന്നല്ല പറയാ, ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കണ സമയത്ത് കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങും. ഇങ്ങനെ ആട്ടിയാൽ കുഞ്ഞ് ഉറങ്ങുമെന്നുള്ള ഇൽമ എവിടെ നിന്നാ പഠിച്ചത്? നിങ്ങൾ മനസ്സിലാക്കി. എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടാൻ? ഇല്ല. കയ്യിലെടുത്ത് വെച്ച് ആട്ടിയാലുടനെ കുഞ്ഞ് കരച്ചിൽ നിർത്തും, ഉറങ്ങാറുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയ ഇൽമ? എന്റെ പെങ്ങളെ, നീ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറയും വെള്ളം കുറവാ, ഇത്തിരി കൂടെ കുടിച്ചോളാം. എന്റെ പെങ്ങളെ, നിന്റെ വയറ്റിനകത്ത് നിന്റെ കുഞ്ഞ് നിന്റെ ഗർഭപാത്രത്തിൽ വെള്ളത്തിനകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും മറിഞ്ഞു കിടക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഈ കുഞ്ഞു വയറ്റിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ നീ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് നിന്റെ കുഞ്ഞുറങ്ങുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനാ പറഞ്ഞത്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ സംസാരിക്കുമ്പോ, നീ ഭർത്താവിനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം, ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്, ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും 6ാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ചു. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചു. 6 വയസ്സേ ആയുള്ളൂ. എങ്ങനെ പഠിച്ചു മോളെ, എങ്ങനെ പഠിച്ചു മോളെ? നീ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര ഖത്തം ഓതിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവേ, ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എത്രയോ ഖത്തം ഓതി. തന്റെ കുഞ്ഞിന് ഒളുവില്ലാതെ ഒരിക്കൽ പോലും പാല് കൊടുത്തിട്ടില്ല. തന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാട് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അല്ലാഹുവേ, ഇന്ന് റൂമിനകത്തിരുന്ന് അടുക്കളയിൽ പോകണ്ട, ഒരു ജോലിയുമില്ലാതെ വരുമ്പോ മൊബൈൽ എടുത്തിട്ട് കുത്തുന്ന പെണ്ണ്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന പെണ്ണ്, പഴയ കാമുകന്മാരെ തെരഞ്ഞു നടക്കുന്ന പെണ്ണ്, 18 വയസ്സു പ്രായമായ നിന്റെ മോളും പോകും പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അല്ലാഹനെ പേടിച്ച് ജീവിക്കുമോള്. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിന്റെ മോളും നിസ്കരിക്കും. നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ മോളും ഖുർആൻ ഓതും. നീ അല്ലാഹനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ? നിന്റെ കുഞ്ഞും അല്ലാഹനെ പേടിച്ച് ജീവിക്കും. പക്ഷേ ആ സമയത്ത് നീ പടച്ച റബ്ബിനെ മറന്നിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് നിന്റെ ജീവിതം തെള്ളി നീക്കിയതെങ്കിൽ, നീ ടിവിയുടെ മുന്നിലിരുന്നാണ് സമയം കളഞ്ഞതെങ്കിൽ, നിന്റെ മക്കളും ടിവിയുടെ പെണ്ടിൽ നിൽക്കുമ്പോ, നിന്റെ മക്കളും തലതിരിഞ്ഞു പോകുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചു കൂപിയിട്ട് കാര്യമില്ല. നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ നിന്നാ പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെല്ലാം പഠിക്കുന്നുണ്ട്. പഠിച്ചവനെ, ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, 18 വയസ്സ് 19 വയസ്സ്. ഇന്നലെയും ഒരു ചെറുപ്പക്കാർ, ഉസ്താദേ, എന്റെ പെങ്ങള് 10ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ഉസ്താദേ, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല. ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് നാട്ടുകാരെ പിടിച്ചിരിക്കുകയാ. ഉസ്താദേ, എന്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമ്പോ അവള് പറയുന്ന, എനിക്ക് അവനെ തന്നെ മതി.
10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞെനിക്ക് അവളെ തന്നെ മതി. അവള് പറയുന്ന എനിക്ക് അവനെ തന്നെ മതി. പൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ, തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ? തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ്, പടച്ചവനെ, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ഒരു വാപ്പ കടം ഞാനും നിങ്ങളും കേട്ടതാ. എന്നിട്ടും അവൾ ഇറങ്ങിപ്പോയല്ലോ. അവളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ലോകത്താദ്യമായിട്ട് വിളിച്ചതാരാ? മോളെ റാഹില പോകല്ലേ എന്ന് ഒരു വാപ്പ തന്റെ പൊന്നാര 18 കൊല്ലം പോറ്റി വളർത്തിയ പൊന്നുമോള് യാചിക്കുന്നത്, മകളോട് യാചിക്കുന്നത് കണ്ടവര് ലോകത്താദ്യമായിട്ട് എങ്ങനെ വിളിച്ചതാരെന്നറിയോ? മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് മക്കളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കരയല്ലേ വാപ്പാ? എന്തിനാ നീ കരയുന്നത്? പോറ്റി വളർത്തിയ മക്കള് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ കയ്യിൽ പിടിച്ചിറങ്ങി പോകുമ്പോ കരയല്ലേ ഉപ്പാ, കരയല്ലേ ഉമ്മ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഒരു വാപ്പയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഏത് വാപ്പയും അറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയിട്ട് തന്റെ ഭാര്യയും മകനും പോലും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവസാനം 73 പേരാണാകെ വിശ്വസിച്ചത്. അല്ലാഹുവേ, അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ, ഇവന്മാരെ ഒരെണ്ണത്തിനെ പോലും നീ ബാക്കി വെക്കല്ലേ പടച്ചവര്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നൂഹേ, നിന്നെ കൊണ്ട് വിശ്വസിച്ചവരെയും കൊണ്ട് കപ്പലിൽ കയറ്റിക്കെട്ട് നീ തുടങ്ങിക്കോ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായി. നൂഹ് നബി തന്റെ പൊന്നാര് തന്റെ കൂടെ വന്നവരെ മുഴുവനും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കയറ്റിക്കെട്ട് യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോ തന്റെ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയാ, മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സമയത്ത് ആ വാപ്പ വിളിച്ച വിളിയാട്, യാ പുനയ്യാ ഇർകബ് മഅനാ. ആ വാപ്പയാ ആദ്യമായിട്ട് വിളിച്ചത് യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, പൊന്നുമോനെ, ഇർകബ് മഅനാ, ഒന്ന് കേറടാ, വാപ്പയുടെ കൂടെ കേറടാ, ഇല്ലെങ്കിൽ ചത്തുപോകുമടാ, ഇല്ലെങ്കിൽ നീ ചത്തുപോകുമടാ, നശിച്ചു പോകുമടാ. വാപ്പ തന്റെ പൊന്നാര മകനെ സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വാപ്പാ, ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വാപ്പയോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളത്തിൽ ചത്തു മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവേ, എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലോ. നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു, നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു. അല്ലാഹുവേ, റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട്, മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് നിന്റെ മക്കളെ തലതിരിഞ്ഞു പോയാ അവര് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വന്ന, കള്ള കുടിച്ച് വീട്ടിലേക്ക് കയറി വന്നു. നിന്നെ തല്ലുന്ന മക്കള് നിന്നെ വീട്ടിലുണ്ടോ? പ്രായമായവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടോ? നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ? നിന്നെ പട്ടിണിക്കിടുന്ന മക്കളുണ്ടോ? കുത്തുവാക്കും പരിഹാസവും പറയുന്ന മക്കളുണ്ടോ? എന്നെ നശിപ്പിച്ചത് ഉമ്മ നിങ്ങളാണെന്ന് മുഖത്ത് നോക്കിയിട്ട് വാപ്പയോടും ഉമ്മയോടും പറയുന്ന മക്കളുണ്ടോ? കരയല്ലേ ഉമ്മ, കരയല്ലേ ഉപ്പാ? അല്ലാഹുവേ, നൂഹ് നബിയോട് ജിബ്രീൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വലൈസ മിൻ അഹ്ലി, നബിയേ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല, ഇവള് നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല. ജനിച്ചെന്നേ വിള്ളമ്മ, ജനിച്ചെന്നേ വിള്ളമ്മ. കരയല്ലേ, കരയല്ലേ, ഇവള് നിന്റെ കുടുംബത്തിൽ പിറന്നതല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നല്ല പോലെ വളർത്തട്. അതാ പ്രസവം കഴിഞ്ഞു, ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, സൂറത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇഖ്ലാസ് ഓതി, യദാ ഇന്നാ അൻസൽനഹു
ഓതി. അത് കഴിഞ്ഞ് റബ്ബേ സൂറത്തുൽ ആൽ ഇംറാന്റെ 32-ാമത്തെ ആയത്ത് ഓതി. അവിടുന്ന് തുടങ്ങുകയാ. നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കല്ലേ. നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരാ. നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. കൊച്ചിലെ ശീലം ചുടല വരെയാണെന്ന് ചുമ്മാ അതല്ല പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. വീടിനകത്ത് വല്ലാത്ത സന്തോഷമോ. ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. ഭാര്യയും ഭർത്താവ് സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. എന്തേ കാരണമെന്നറിയുവോ? അന്ന് അവരുടെ വീട്ടിലൊരാള് വിരുന്നിന് വരികയാ. ഒരാള് വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട്. ആരെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്നിന് വരികയാ. റബ്ബേ, വല്ലാത്ത സന്തോഷം. അതാ ജാബിർ തങ്ങൾ പോയ ആടിനെ പിടിച്ചറുക്കുകയാണ്. ആടിനെ പിടിച്ചറുത്തു. പടച്ചവനെ, പെട്ടെന്ന് ഇറച്ചിക്കറി തയ്യാറാക്കുകയാ. ഭാര്യ വീടിനകത്തിരുന്ന് ചപ്പാത്തി റെഡിയാക്കുകയാ. 2 ആമക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാണ്. റബ്ബേ, ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ. ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിനെ അറുത്തത് എങ്ങനാണെന്ന് എന്റെ പൊന്നുമോൻ കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ല ഇക്കാ, ഞാൻ കണ്ടില്ല. മോനെ, വാപ്പാടിനെ അറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ? കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ പടച്ചുറപ്പേ, വാപ്പാടിനെ അറുത്തിട്ട് വെച്ച കത്തി എടുത്തുകൊണ്ട് വരികയാ. ഒരു കയറും എടുത്തുകൊണ്ട് വന്നു. അനുജന്റെ കൈകാലുകൾ കെട്ടി. വാപ്പാടിന്റെ കാല് കെട്ടിയതുപോലെ അനുജന്റെ കയ്യും കാലും കെട്ടി പിടിച്ചു ചരിച്ചു കിടത്തി. വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചതുപോലെ. സുബ്ഹാനല്ലാഹ്, പൊന്നാര അനുജന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടറുക്കാൻ തുടങ്ങി. ആ പിഞ്ചുമോണ്ട് അല്ലാഹുവേ കഴുത്തങ്ങ് മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ചാടുകയാ. കൈകാലുകളിട്ടടിക്കുകയാ. മരണവേദനയിൽ കിടന്ന് പിടയുകയാ. തന്റെ പൊന്നാര അനുജന മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കാണുമ്പോ കയ്യിലിരിക്കുന്ന കത്തികെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ പിഞ്ചുമോനോടുകയാണ്. റബ്ബേ, കടുത്തട്ട പൊന്നുമോര് അവിടെ കിടന്ന് മരണപ്പെടുകയാ. 2ാമത്തെ മൂത്തവനോട് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാണ്. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ. കാല് തെറ്റിയിട്ട് താഴെ വീടൂ. കാല് തെറ്റിയിട്ട് താഴെ വീടൂ. അല്ലാഹുവേ, തല വന്ന് കല്ലിലടിച്ചിട്ട് അവന്റെ തല പൊട്ടിയിട്ട് രക്തം കുളിച്ചിട്ട് രക്തം തലയിൽ നിന്നൊലിച്ചിട്ട് അവനും അവിടെ കിടന്ന് മരണപ്പെടുകയാ. ഭാര്യയും ഭർത്താവ് റസൂലുള്ളാഹിന് കൊടുക്കാ വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ 2 പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കുളിച്ച് കിടക്കുകയാ. അവസാനം നെയ്തീർന്നു. വാങ്ങുന്നതിന് വേണ്ടി ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുമ്മ കാണാൻ പറ്റാത്ത കാഴ്ചയാണല്ലോ. നൊന്ത് പ്രസവിച്ച പൊന്നുമോന്റെ തല അറ്റ് കിടക്കുകയാ. അല്ലാഹുവേ, പൊന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്ത് പറയണമെന്നറിയുന്നില്ല. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിനോട് പറയാ പാടില്ലല്ലോ. റസൂലുള്ള വരികയാണല്ലോ. റസൂലുള്ളാഹിന്റെ ഭക്ഷണം തയ്യാറാക്കുകയാണല്ലോ. ഞാൻ എന്തിനാ കരയുന്നത്? അല്ലാഹു തന്നത് അല്ല തന്നെ തിരിച്ചെടുത്തല്ലോ. ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ. ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ. അല്ലാഹുവേ, തന്റെ പൊന്നുമകന്റെ മയ്യത്തെടുത്ത് മാറ്റിക്കിടത്തി തുണിയെടുത്ത് പുതച്ചിട്ടു. മുന്നോട്ട് നടക്കുമ്പോ 2ാമത്തെ മകനും കിടക്കുകയാ. തന്റെ പൊന്നാര മകന് അവന്
അവനെയും എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് അടുക്കളയിൽ ഭർത്താവിന്റെ കൂടെ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് കടന്നു വരികയാ, അള്ളാന്റെ റസൂല് കടന്നു വരികയാ. പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ. അവിടെ രണ്ടാമക്കളുണ്ട് നബിയേ, അവരെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണേ നബിയേ. വീടിനകത്തേക്ക് കടന്നു വന്നു. ജാബിറുതങ്ങളെല്ലാവരെയും സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാ സമയമായപ്പോ റസൂലുള്ള വിളിക്കുന്നു, ജാബിറേ, ആ മക്കളുണ്ടല്ലോ, വിളിക്ക് ജാബിറേ. അള്ളാന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ജാബിറുതങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, മക്കളെ റസൂലുള്ള വിളിക്കുന്നു, വിളിച്ചു കൊണ്ടുവാ. ആ പെണ്ണ് പറഞ്ഞില്ല, ഭക്ഷണം കഴിക്കാൻ പറ. രണ്ടാമതും വിളിച്ചു, മൂന്നാമതും വിളിച്ചു. അവസാനം ഭാര്യ മറുപടി പറഞ്ഞപ്പോ ജാബിറുതങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പടച്ചുറപ്പ്, ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റേണ്ട താമസമുണ്ടല്ലോ. ജാബിറുതങ്ങളുടെ ഹൃദയം പൊട്ടുകയാ. രണ്ട് മക്കള് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. തന്റെ പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതിന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോ അല്ലാഹുവേ, ദീനുള്ള ഈമാനുള്ള ആ പെണ്ണ് ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു, ജാബിറേ, കരയുകയാടോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നൊന്തുപറ്റ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ആ ദീനുള്ള പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയുവോ? കരയുകയാണോ ജാബിറേ? അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ, അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, ജാബിറുതങ്ങളോട് ഭാര്യ പറയുകയാ, എന്തിനാ കരയുന്നത്? നമ്മുടെ വീടിനകത്തിരിക്കുന്നതാരെന്നറിയുവോ? നമ്മുടെ മക്കളെക്കാല്, മാതാപിതാക്കളെക്കാല്, സമ്പത്തിനെക്കാല്, ശരീരത്തിനെക്കാല് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയോ? ആ സമയത്ത് മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജാബിറേ? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുത്ത ഭാര്യ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചരിത്രം പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? നമ്മുടെ പിഞ്ചുമക്കള് അവര് ചെറുപ്രായത്തിലെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം സൂക്ഷിക്കണേ. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ വല്ലാത്ത പരീക്ഷണമാ. ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥ. പടച്ചവരെ, 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. എന്തിന് പടച്ചറപ്പ്? എന്റെ കൂടെ പഠിച്ച പത്തനാപുരത്തുള്ള റിയാസ് എന്ന് പറയുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, പൊന്നുമോനങ്ങ് പോയല്ലോ. റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. അവന്റെ ഉമ്മാടെ മുന്നിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവൻ മരിച്ചെന്ന വാർത്ത കേട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, സിറാജേ, പോയടാ, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളുടെ പൊന്നുമോ പോയടാ. ആർക്കാ സഹിക്കാൻ കഴിയാ? ആർക്കാ സഹിക്കാൻ കഴിയാ? പിഞ്ചു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്ന കാഴ്ചകൾ കാണുന്നവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലോ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലോ.
ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കടിച്ച ചിരിച്ച മക്കള് 6 അടി മണ്ണിനകത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയട്ടവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് ഇടേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും തരല്ലേ റബ്ബേ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അള്ളാന്റെ പള്ളിയുടെ കടം തീർക്കാരോ, അള്ളാന്റെ പള്ളിയുടെ കടം തീർക്കാരോ. സംഘടന വളർത്താനല്ല, നാട്ടുകാരുടെ മുന്നിൽ നെളിഞ്ഞു നടക്കാനല്ല. 2 ദിവസത്തെ വഅദ് തീരുകയാ. ബക്കറ്റുമായിട്ട് സംഘാടകർ മുന്നിലേക്ക് വരുന്നു. പടച്ചുറപ്പിനോട് ഒന്നു മാത്രം പറഞ്ഞാ മതി, അല്ലാഹുവേ നിന്റെ തീരുമാനത്തിന് തട്ടിക്കളയാറ് ഈ സദക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല റബ്ബേ. എന്തെങ്കിലും ഒരു പരീക്ഷണം നീ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ തട്ടി മാറ്റണേ അല്ലാ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക, എന്ന നിയ്യത്തോടൊരു നല്ല സദക്ക. അൽഹംദുലില്ലാഹ് സംഘാടകർ വരുന്നു. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാപ്പാ നിനക്ക് ക്യാൻസർ തരാറ് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും അതിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് വരും. അല്ലാഹുവിന്റെ പള്ളിക്കാ ചോദിക്കുന്നത്. മനസ്സറിഞ്ഞു കൊണ്ടൊരു നല്ല സദക്കയിട്ടാ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം അല്ലാഹു മാറ്റിത്തരും ബാപ്പാ. എന്റെ സ്നേഹനിധികളായ പെണ്ണുങ്ങളെ, എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു നിങ്ങളോട് കടം ചോദിക്കുകയാ. അല്ലാഹുവാണ് കടം ചോദിക്കുന്നത്. പടച്ചവന്റെ ഭവനം, അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പടച്ചുറപ്പിന്റെ ഭവനത്തിന്റെ കടം മാറാറ് എന്റെ പ്രിയമുള്ളവരെ അല്ല നിങ്ങളോട് കടം ചോദിക്കുകയാ. അല്ലാഹുവിന് കടം കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത്. പടച്ചറപ്പിന് കടം കൊടുക്കാ മനസ്സുള്ള പെണ്ണ്, പടച്ചറപ്പിന് കടം കൊടുക്കാ മനസ്സുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവാ പറഞ്ഞത് നിനക്ക് സ്വർഗം തരാമെന്ന്. മരിക്കുന്ന സമയത്ത് നിനക്കത് കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. ഖബറിനകത്ത് കാലിന്റെ ഭാഗത്ത് സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാനുള്ള ഭാഗ്യവാ. നാളെ ഖബറിനകത്ത് നിന്നെഴുന്നേറ്റ് ആ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെപ്പോലെ പറന്നു പോകാനുള്ള ഭാഗ്യമാ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യമാ. അല്ലാഹുവേ ഈമാനോടുകൂടിയുള്ള മരണമാട്, ഈമാനോടുകൂടിയുള്ള മരണമാട്. പടച്ചറപ്പേ റസൂലുള്ളാഹി പറയുകയാ, ഫവകാഹുമുല്ലാഹു ശർറദാലിക്കൽ യൗം വലകാഹു നദറതം വസുറൂറാ. അല്ലാഹുവിനെ കാണാനുള്ള യോഗമാട്. നിന്നെ പടച്ച നിനക്ക് സമ്പത്ത് തന്ന, ആരോഗ്യം തന്ന, മക്കളെ തന്ന, വീട് തന്ന, പണം തന്ന, സർവ്വതും നിനക്ക് വാരിക്കോരി തന്ന നിന്നെ പടച്ച റബ്ബിനാണ് കാണാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളിയുടെ കടം വീട്ടാൻ കഴിയുമോ? അല്ലാഹുവിന് കടം കൊടുക്കാറ്, അല്ലാഹുവിന് കടം കൊടുക്കാൻ മനസ്സുള്ളവരുണ്ടോ? അല്ലാഹു സ്വർഗം തരാമെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഒരു ചെറിയ സദക്ക ചോദിച്ചിട്ട് ദുആ ചെയ്ത് പിരിയുകയാ. ഹാഫിളീങ്ങളുള്ള സദസാ, ഹജ്ജ് ചെയ്തവരുള്ള സദസാ, ആലിമീങ്ങളുള്ള സദസാ, ഒരു വഖത്ത് പോലും കളയാക്കാത്തവരുള്ള സദസാ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുള്ള സദസാ, സദക്ക കൊടുക്കുന്ന മജ്ലിസാ. അല്ലാഹുവേ പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരോട് ഒരു ചെറിയ സദക്ക ചോദിക്കുകയാണ്. ഒരു ചെറിയ സദക്ക ഞാൻ ചോദിക്കുകയാ. എനിക്ക് വേണ്ട, അള്ളാന് കടം കൊടുക്ക. അള്ളാന് കടം കൊടുക്കുന്നവൻ അള്ളാഹു സ്വർഗം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ പോരാ, നബി മുഹമ്മദ് മുസ്തഫ. ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗമാരാ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ കഴിയുന്നത് ഒരു 6666 രൂപ. എന്റെ ഒരു ആഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും സഹോദരിക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു കുടുംബത്തിലെ മക്കളെല്ലാവരും കൂടെ ചേർന്നു 12,000 രൂപ. കുലൂത്ത് കുബീർ പോരാ, കുലൂത്ത് കുബീർ. റഹീമായ ദയാലുവായ അല്ലാഹ്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരും മറക്കുന്നില്ല പടച്ചവര്. അല്ലാഹുവേ, മരിച്ചപ്പോഴെല്ലാം അവരുടെ കയ്യിൽ വെച്ചിട്ടവര് രണ്ടുപേരും പോയി തമ്പുരാര്. അവരിന്ന് മണിയറയ്ക്കകത്ത് മണ്ണറ മണിയറയാകാറ്, ഖബറിനകത്ത് സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാറ്. ആ മക്കള് 12,000 രൂപ സദക്ക ചെയ്തിരിക്കുന്നു. അല്ലാഹ് സ്വീകരിക്കണേ തമ്പുരാനെ, ഇന്ന് പെരുന്നാളിന്റെ സന്തോഷമാക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കള് ഖബറിനകത്ത് കിടന്ന് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് 6666 രൂപ. കഴിവുള്ളവരുണ്ട് പടച്ചവര്, നിനക്ക് കടം തരുന്നവനാണ്. ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാ, ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാനുള്ള മോഹം കൊണ്ടാ റബ്ബേ. ഇരിക്കുന്ന അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 6666 രൂപ. കുലൂത്ത് കുബീർ പറഞ്ഞോ, കുലൂത്ത് കുബീർ. അല്ലാഹുവേ പടച്ചവനെ, ആ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചല്ലോ എന്നോർത്തിട്ട് സന്തോഷിക്കണേ അല്ലാഹ്, സന്തോഷിക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാണ്. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്വർണ്ണ ഊരിക്കോ. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. നിന്റെ ഭർത്താവോ നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ ഇല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പടച്ചവൻ പെണ്ണുങ്ങൾ സ്വർണം പെട്ടെന്ന് പൊക്കോ ഇൻഷാ അല്ലാ. അള്ളാന്റെ പള്ളിക്ക് തിരക്കുള്ളവരൊക്കെ പൊക്കോളി, എഴുന്നേറ്റ് പൊക്കോ, പെട്ടെന്ന് പൊക്കോ. ഞാൻ വേണ്ടെന്ന് പറയൂല. ദുആ ചെയ്യുമ്പോ നല്ല ആൾക്കാർ മാത്രമേ ഇരിക്കുക. ഇതെന്താ ഇങ്ങനെയൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? സ്വർണ്ണം ആയതുകൊണ്ടായിരിക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു സ്വർണ്ണ മോതിരം. കുലൂത്ത് കുബീർ പറഞ്ഞോ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുള്ളാഹി അല്ലാഹ്. പടച്ചവനെ, എത്രയോ പേര് മരിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് കണ്ടതാ പടച്ചവര്. റബ്ബേ, ഞാൻ പോകുമ്പോഴൊന്നും കൊണ്ടുപോകില്ലെന്ന് എനിക്കറിയാ. എന്റെ ചാരത്തിരിക്കുന്ന പെണ്ണുങ്ങൾ കയ്യിലും ശരീരത്തും ഒരുപാട് സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുമ്പോ തന്റെ കയ്യിൽ കിടന്ന ആകെയുള്ള മോതിരം അള്ളാന് വേണ്ടിയല്ലേ, അള്ളാന് കടം കൊടുത്ത സ്വർഗം തരാമെന്ന് അള്ള പറഞ്ഞതല്ലേ. ഉസ്താദേ, എനിക്ക് കാണണം ഉസ്താദ്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം ഉസ്താദ്. എന്റെ മുഖത്ത് പുഞ്ചിരി കാണണം ഉസ്താദ്. എന്റെ മയ്യത്ത് കാണാൻ ഈ പെണ്ണുങ്ങൾ മുഴുവൻ. കുലൂത്ത് കുബീർ പോരാ, കുലൂത്ത് കുബീർ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ റബ്ബേ, ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവനാ. തന്റെ ഉപ്പാനെയും ഉമ്മാനെയും മറക്കല്ലേ അല്ലാ. അവരെ വല്ലാതെ സ്നേഹിക്കുന്നവനാ, അവരെ വല്ലാതെ സ്നേഹിക്കുന്നവനാ. നാളെ പടച്ചവന്റെ പരലോകത്ത് നിന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ആ കുടുംബത്തെ പെടുത്തണേ അല്ലാ. ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരെയെങ്കിലും നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമൂരണമെങ്കിൽ നീ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ കഴിയില്ല തമ്പുരാരെ. 6 അടി മണ്ണിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്ത കൊടുക്കണേ തമ്പുരാനെ. സദക്ക നൽകാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് അടുത്ത് ദുആ ചെയ്യാൻ. പെട്ടെന്ന് കയറിക്കോ. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് സംഘാടകർ പോകാം. പെട്ടെന്ന്. അൽഹംദുലില്ലാ, ലൈവായിട്ട് കേട്ടിട്ട് ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് 2501 രൂപ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് വരി ദുആ ചെയ്യാൻ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, സംഘാടകർ അങ്ങോട്ട് കയറിക്കോ. എഴുന്നേക്ക് ജൽദി ജൽദി. ആ പുറത്തിരിക്കുന്നവരൊക്കെ കയറിക്കേ. ആ പുറത്ത് നിൽക്കണവരും ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല. ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്കാല്ലേ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. നഫീസ എന്ന സഹോദരി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 3313 രൂപ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാ. പെട്ടെന്ന് ഇങ്ങോട്ട് അടുത്ത് വാ. എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. നിങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും ഇനി വാ. ഇന്ന് പോവല്ലേ എല്ലാവരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ.
മരണപ്പെട്ടു പോയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ദുആ ചെയ്യാൻ. അൽഹംദുലില്ലാ ഒരു സഹോദരി 3313 രൂപ. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ പടച്ചവനെ. അള്ളാഹുവെ നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവെ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഗൾഫിൽ അസ്ഹർ എന്ന സഹോദരൻ ലൈവായിട്ട് വയത് കണ്ട് 4000 രൂപ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അള്ളാഹുവെ ഇത്രയും പേര് ഇവിടെ ഇരുന്നപ്പോൾ അള്ളാന്റെ പള്ളിയിലിരുന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ ഏതോ ഒരു നാട്ടുകാരനെ സദക്ക നീ സ്വീകരിക്കണേ തമ്പുരാനെ. പള്ളി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണം. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോവാൻ, എനിക്ക് ട്രെയിനിന് സമയമായി, പെട്ടെന്ന് ജൽദി. എൻ്റെ ഡ്രൈവർ കോൾ അടിച്ചു തുടങ്ങി. അള്ളാഹുവെ ഒരു പാവപ്പെട്ട സഹോദരി, ഒന്നാമതേ പാവപ്പെട്ടവള, തനിക്ക് മക്കളില്ല. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി 2001 രൂപ. അള്ളാഹുവെ ആ പാപം അടുത്ത വർഷം ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് അള്ളാഹു സന്തോഷം തന്നെന്ന് നീ പറയിപ്പിക്കണേ റഹ്മാനെ.